ആക്ച്വലി നാളെ സ്കൂൾ തുടങ്ങുമ്പോൾ സന്തോഷമാണെന്നുള്ള കാര്യം പറയാം. അപ്പൊ സന്തോഷമുള്ള ഒരു ഹാർട്ട് ഇമോജി ഇടുക, സന്തോഷം ഇല്ലാത്ത ഒരു കരയുന്ന ഒരു ഇമോജി ഇടുക, എന്നിട്ട് ഈ സ്കൂൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻ എന്നുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പൊ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ സങ്കടമാണ് സന്തോഷമാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇനി പരീക്ഷ വരുമ്പോൾ, അടുത്ത ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ കുട്ടികളും, എക്സാമിനറിന്റെ എല്ലാ മക്കൾക്കും സന്തോഷമേ വരുള്ളൂ. ആ സന്തോഷത്തോടെ പരീക്ഷ എഴുതി തകർത്തിട്ട് വേണം നമുക്ക് ആ വെക്കേഷൻ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷ മോശമായി പോയി കഴിഞ്ഞാൽ വെക്കേഷൻ അങ്ങോട്ട് ഒരു സമൃദ്ധി ഉണ്ടാവില്ല. ചിലവര് ചിലപ്പം ഇഗ്നോറൻസ് അങ്ങനെ പറഞ്ഞാല് എക്സാം പോയി, ഞാനോടും പറയുന്നത് ഞാൻ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഒരു സങ്കടം ഉണ്ടാവും. ഇനി അടുത്ത ആഴ്ച അച്ഛനും അമ്മയ്ക്ക് അറിയാം എന്റെ മാർക്ക് കുറഞ്ഞു വന്നു, അപ്പം ഒരു പോസ്റ്റ്പോൺ ചെയ്ത് കേൾക്കുമല്ലോ. അപ്പം പക്ഷെ നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ അച്ഛനോടും അമ്മയോടും നമ്മൾ വെയിറ്റ് ചെയ്യുക പേപ്പർ കിട്ടാൻ ആ മാർക്ക് കാണിക്കാൻ. അതെ, ഓരോ പരീക്ഷയിലും ആ നല്ല മാർക്ക് കിട്ടാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും ചെയ്യാം. അപ്പം ഇപ്രാവശ്യത്തെ അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ക്രിസ്മസ് എക്സാമിന്റെ ആ സമയം കഴിയുമ്പോൾ, ആ വെക്കേഷനിൽ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ടേ? ആ ഓരോ പരീക്ഷയിലും ഫുൾ മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് നിങ്ങൾക്ക് വേണ്ടേ? ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലൈഫിൽ ഒന്നെങ്കിലും നമുക്ക് അനുഭവിക്കേണ്ട മക്കളെ. അത് വേണമെങ്കിൽ വേണം സാർ എന്ന് പറയാം.